ആരംഭിക്കാം. ഏതാനും കുടുംബത്തിലും ജോഷിയുടെ ജീവിത പങ്കാളിക്കും മക്കൾക്കും ഇടവേളയിലുള്ള അനുശോചനം മറ്റു സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ നേരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയിലേക്ക് കടക്കാം. അനുദപിക്കുന്ന ദൈവമേ, ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. സുഗന്ധദ്രവ്യങ്ങളുടെയും സ്ത്രീകളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനുള്ള ആകൃതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമാർത്തിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അതിൽ നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മണ്ണിൽ നിന്ന് ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്കാശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും
ദയാധികത്തായി ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ നീക്കും. ആമേൻ. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസന് വരമിന്നരുളേണം. കർത്താവിലും സുതരനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാ ദൈവത്തിൽ ആശ്രയമഖിലമടയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായി എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീരും. മർത്യനമർത്യത പുണരുന്നു. ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാനൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ നീക്കുവാമേ മഹിമയോരന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലൊരുത്തുവനം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാ പരിവേശം. മിശിഹ അനുഗ്രഹിക്കട്ടെ. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്ത പോലെ നിങ്ങൾ ദുഃഖിക്കുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേൽക്കുമെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോട് ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കണം, മറ്റൊരു കടക്കാറില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാനവയുടെ സത്വത്തോടും ദൈവത്തിന്റെ കാവളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. വിശ്വാസ് മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്ന നാം കർത്താവിന്റെ എതിരേൽപ്പനായി അവരോടുകൂടെ മേഘം. നാം എന്നും കർത്താവിനോടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എൻ്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോട് മകളെ ആത്മാവോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ടെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയമടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും
തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിൽ പ്രിയമുള്ളവരെ, വളരെ വികാരഭരിതമായ സങ്കടവും ദുഃഖവുമൊക്കെ തളം കെട്ടി നിൽക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് എരമല്ലൂർ വെച്ചുണ്ടായ വാഹന അപകടത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഈ സഹോദരൻ ജോഷി ചേട്ടൻ തൻ്റെ 60 വയസ്സ് വരെയുള്ള ഈ ലോക ജീവിതം നമ്മുടെ ആരോടും പറയാതെ യാതൊരു മുന്നറിയിപ്പും കൂടാതെ വളരെ അപ്രതീക്ഷിതമായിട്ട് കർത്താവിൻ്റെ പക്കലേക്ക് യാത്രയായി. ഈ മകൻ്റെ, ഈ പിതാവിൻ്റെ, ഭർത്താവിൻ്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന ജീവിത പങ്കാളി, അതുപോലെ തന്നെ മക്കൾ 2 പേര്, സഹോദരി സഹോദരങ്ങൾ, ബന്ധുമിത്രങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവരെയും കാരുണ്യവാനായ കർത്താവ് അനുഗ്രഹിക്കട്ടെ, കർത്താവ് കുടുംബത്തെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ നാളുകൾ ക്രൈസ്തവ സഭയ്ക്ക് വലിയ നോമ്പിൻ്റെ നാളുകളാണ്. കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനകളൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. തൻ്റെ പുത്രൻ്റെ തിരുശരീരത്തെ കുരിശിൽ നിന്നിറക്കി മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന രംഗം കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനയിലുണ്ട്. ഈശോയ്ക്ക് ജന്മം നൽകണമെന്ന് ഗബ്രിയേൽ ദൂതൻ വഴി ദൈവകൽപ്പനയെ മാതാവ് മുട്ടുകുത്തി നിന്ന്, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞ് സ്വീകരിച്ച ആ മറിയം തന്നെയാണ് ഒരു പാറാവുകാരിയെപ്പോലെ തൻ്റെ പുത്രൻ്റെ ചേതനയേറ്റ തിരുശരീരത്തെ മടിയിലെടുത്ത് അപ്പോഴും പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ തിരുഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞു. ഈ സമയം പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ വേർപാടിൻ്റെ വേദനയിൽ ദൈവഹിതത്തോട് ഇതിനെ ചേർത്ത് വയ്ക്കുവാൻ കർത്താവ് പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. കർത്താവ് ഈശോ മിശിഹായുടെ പീഡാസഹനത്തിൻ്റെ ആ ഓർമ്മ ഈ നൊമ്പരത്തെ എൻ്റെ മുൻപിൽ അതിജീവിക്കുവാൻ നമുക്ക് ശക്തി നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ നോമ്പുകാലം ആരംഭിച്ചപ്പോൾ നമ്മൾ വിഭൂതി തിരുനാളിൻ്റെ അന്ന് കഴിഞ്ഞ ഓശാന ഞായറാഴ്ച കർത്താവിന് ജയ് വിളിച്ചുകൊണ്ട് ഉപയോഗിച്ച കർത്താവ് രക്ഷകനാണ്, യേശു മാത്രമാണ് രക്ഷകനെന്ന് ക്രൈസ്തവ സമൂഹം കർത്താവിന് ഓശാന പാടുവാൻ വേണ്ടി ഉപയോഗിച്ച കുരുത്തോല നമ്മൾ കഴിഞ്ഞ വിഭൂതി തിരുനാളിൻ്റെ അന്ന് നമ്മൾ കരിച്ച് നമ്മുടെ നെറ്റിയിൽ ഭസ്മ പൂശിയിട്ട് നമ്മൾ പാടി, മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങിപ്പോകുമെന്ന്. മനുഷ്യ ജീവിതത്തിൻ്റെ ക്ഷണികതയും സ്വർഗീയ ജീവിതത്തിൻ്റെ അനശ്വരതയുമൊക്കെ ആ ഗാനം വിളിച്ചോതുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ പ്രിയപ്പെട്ട ഈ സഹോദരൻ്റെ 60 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കർത്താവ് കൃപ നൽകി. ഈ മകനിലൂടെ കുടുംബത്തിനൊക്കെ ഉണ്ടായ നന്മകളെ ഓർത്ത് പ്രത്യേകമായിട്ട് കർത്താവിന് നമുക്ക് നന്ദി പറയാം. ജീവിതകാലത്ത് കുറവുകളും ബലഹീനതകളും ഉണ്ടെങ്കിൽ അതെല്ലാം കാരുണ്യവാനായ കർത്താവ് ക്ഷമിച്ച് നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് ഈ പ്രിയപ്പെട്ട മകനെയും ചേർക്കുവാൻ വേണ്ടി കർത്താവിൻ്റെ കരുണയും കൃപയും യാചിക്കാം. നമ്മളെല്ലാവരും അപ്രതീക്ഷിതമായ ഈ വേർപാടിൻ്റെ നൊമ്പരത്തിൽ പങ്കാളികളായിക്കൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് ഈ മകനെ യാത്രയാക്കുവാൻ വേണ്ടി ഈ ഭവനത്തിൽ ഒരുമിച്ച് ചേർന്നിരിക്കുകയാണ്. ഈ യാത്രയപ്പം, ഈ വേർപാടും നമ്മോടും നമുക്കും ഒരു സന്ദേശമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നാം എല്ലാവരും ഈ ലോകം വിട്ട് നിത്യപിതാവിൻ്റെ പക്കലേക്ക് യാത്രയാകണമെന്നുള്ള വലിയ ഒരു സന്ദേശം ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതകാലത്ത് ആരോടും വെറുപ്പും പകയും വിദ്വേഷവും വാശിയും വൈരാഗ്യവുമില്ലാതെ സമാധാനത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ ജീവിക്കണമെന്നുള്ള വലിയൊരു സന്ദേശം. റോമൻ ഭരണാധികാരികൾ അവരധികാരമേൽക്കുമ്പോൾ അവരുടെ പാരമ്പര്യമനുസരിച്ച് അധികാരമേൽക്കുന്ന അധികാരിയുടെ അടുത്ത് കിരീടവും ചെങ്കോലുമായിട്ട് അധികാരമേൽക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്ന ആ രാജാവിൻ്റെ ചെവിയിൽ ഒരടിമ പോയിട്ട് പറയുമായിരുന്നു, മൊമൻ്റെ മോറി, നീയും മരിക്കുമെന്ന് ഓർക്കുക.
രാജാവേ, നീയും മരിക്കുമെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, മരിക്കുമെന്നുള്ള ഓർമ്മ നിർമ്മലമായ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ നമുക്കെല്ലാവർക്കും പ്രേരണയാകണം. നമ്മൾ ഈ പ്രിയപ്പെട്ട ഈ ജോഷി ചേട്ടൻ്റെ, ഈ സഹോദരൻ്റെ ഈ മൃതസംസ്കാര ശുശ്രൂഷ പങ്കെടുക്കുമ്പോൾ മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്ക് ഈ പ്രിയപ്പെട്ട മകന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജീവിത പങ്കാളിയെയും കുഞ്ഞുങ്ങളെയും കാരുണ്യവാനായ കർത്താവ് തീർച്ചയായും അനുഗ്രഹിക്കും. ഈ നൊമ്പരത്തെ, ഈ സങ്കടത്തെ അതിജീവിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ശക്തി നൽകും. നൽമരണത്തിൻ്റെ മധ്യസ്ഥനായ, തിരുക്കുടുംബത്തിൻ്റെ പാലകനായ, തിരുക്കുടുംബത്തിൻ്റെ സംരക്ഷകനായ മാർ യോസേഫ് പിതാവ് ഈ സങ്കടക്കടലിൽ, ഈ നൊമ്പരത്തിൻ്റെ സമയത്ത് നിങ്ങളെ തിരുക്കുടുംബത്തോട് ചേർത്ത് പിടിക്കട്ടെ. ഈ നാടിൻ്റെ സ്വന്തമായ, ഈ മണ്ണിൻ്റെ സ്വന്തമായ വിശുദ്ധനായ ചാവറ പിതാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. തൻ്റെ പുത്രൻ്റെ ചേതനയേറ്റ ശരീരത്തെ കരങ്ങളിലെടുത്തുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ജോഷിച്ചേട്ടൻ്റെ ആത്മാവിന് കർത്താവ് നിത്യശാന്തി നൽകി അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തോടുകൂടെ ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഈ വീട്ടുമുറ്റത്ത് തടിച്ചുകൂടി ജനാവലി മുഴുവൻ ഈ കുടുംബത്തോടുള്ള സ്നേഹത്തെ ഇവിടെ എത്തിയിരിക്കുന്നതാണ്. ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരുടെയും ഹൃദയവികാരങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ മുൻപിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. ജോഷിച്ചേട്ടന് ഈശോ നിത്യസൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അതിലുമായ കൃപയാ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായ നിന്റെ കൽപ്പനയായി ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പറ്റത്ത് തോന്നുമാരെ നിയോഗിക്കണം നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. മനുഷ്യവർഗങ്ങളുടെ പ്രതീക്ഷയും സർവം പ്രദാനം ചെയ്ത മിശിഹായ വിധി ദിവസത്തിന്റെ മുഖത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തെ അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആശ്വസിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർക്കുന്ന മിശിഹായെ കരയുന്നവരുടെ കണ്ണുനീർ തുടക്കുകയും അവരെ ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിശിഹായെ നിന്റെ ദാസന്റെ പാവങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യമായ സകലത്തിന്റെ സൃഷ്ടാവ് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കും അതിസാധനം, യുഗങ്ങൾക്കെല്ലാം മുമ്പേ പിതാവിൽ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകർത്താവുമായ ഈശോ മിശിഹായെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോട് കൂടെ സത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ ഇറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെ ജീവിക്കുന്നവരെ വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് സേവിതാതവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈകവും സാത്വികവുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്തു. ആമേൻ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാവുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാവുന്നു.
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു, വ്യാകുലമാനസനായി എന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു ഓർക്കുക മർത്യാ നീ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഓട്ടം പൂർത്തിയാക്കി എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ നായകനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടിയനെ അണിയിക്കുമാറാകട്ടെ. നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, നമ്മുടെ ഭവനത്തിലെ കർമ്മങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നമ്മളെ തുടർന്ന് ബോട്ടയിൽ മൃതദേഹം വഹിച്ചുകൊണ്ട് നമ്മൾ ദേവാലയത്തിലേക്ക് നീങ്ങുകയാണ്. സാധിക്കുന്നവരെല്ലാവരും ബോട്ടിൽ വരുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഭക്തിപരമായിട്ട് സംസാരിക്കാതെ ആ ക്രമങ്ങളിൽ തുടർന്നുള്ള കർമ്മങ്ങളിലും പങ്കുചേരുവാനായിട്ട് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി. പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളിയിടാ കഴിവില്ലാത്തോരൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. bekam evkal arna pushpeslama almadava vate dinaskene oreslim ha yellaita.
वक्त कयामत എന്നും എന്നേക്കും സഹജന്മാരെ സ്നേഹിതഗണമേ യാത്ര ഇതാ ഞാൻ ചോദിക്കുന്നു നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. ववयते उलायेस कहते सीते ललमा दवली वेपत भाना उला दमले कला रहते सेहदेस लीबेस कौसा स्लीवे हैया द्वर्मारे को उमस्कीन शुहा लावा उलवराती उणती अनाथा പാപികളെല്ലാം നിൻ കൽപ്പനയാൽ ബുദ്ധിയുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം നിത്യമായോ ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ ശുദ്ധന്മാർക്കു വെളിച്ചത്തിൽ ഉള്ള അവകാശത്തിൽ പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ. പങ്കു തന്ന ദൈവത്തിനു സ്തോത്രം സ്തോത്രം പാടും ഞാൻ.
അവരത് പറഞ്ഞപ്പോഴേ സന്തോഷിച്ചു. അണയുന്നീശോദര മഹിളക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രവർത്തിക്കും. മൃതയാൽ തന്നെ മൃതയുടെ കൈപ്പല്ല കഴുകിയ നിന്നെ നമിക്കുന്നു. ശബ്ദമുയർത്തിയപ്പോൾ ഭൂമിമുലങ്ങി ശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറകളും മൃതരുടെ എഴുന്നേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപോൽ കാവലയയ്ക്കുന്നു. ദുഷ്ടനങ്ങളിൽ ശിഷ്ടനമൊരുപോലെ അഭയം കുരിശിൽ കണ്ടവൻ അവസാനം വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീ എന്നെ സൃഷ്ടിച്ചു വെച്ചു ജന്മമിനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുത്ഥാനം. പ്രകാശമതിച്ചു മേഘത്തേരിൽ നാഥനെഴുന്തള്ളും ഹൃദയവിളിക്കും ജീവനവർക്കേലും. വിശുദ്ധർക്ക് പ്രകാശമതിച്ചു കരളക്കടലിൽ കരയുടെ ചിഹ്നം അതിലുള്ളവരോ നാഥനുകൾ പാടും. സുതരും പ്രോഹായിക്കും കീർത്തനമെന്നും ഞങ്ങൾ അടയ്ക്കുന്നു. കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടെ കൊണ്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സംഘടനകളാൽ ദൈവത്തെ പ്രസാദിയാളെ ദൈവം നീതിവാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലൊരു സ്വർഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനയാലും വിശു അവരോടുകൂടെ ഇയാളെ തന്റെ വലതുഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിന്റെയും ഇയാളുടെ പേരെടുക്കുകയും തെരഞ്ഞെടുപ്പത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സന്ദർശിക്കുകയും കാടുകൾ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രദർശിച്ചു കഴിയുന്ന മരിച്ചവരെ ഏർപ്പിക്കണമേ. ഇതോടുന്ന നീ ആകാശത്തിന്റെയും ഭൂമിയുടെ രാജാവാണ്. ജീവന്റെ ഗുണത്തിന്റെ നാളും പിതാവിന്റെ ശുദ്ധാത്മാവായ സർവേശ്വര കർത്താവിന്റെ വചനമായ പരിപാലനം ആരാധിക്കുന്നു. എന്തുകൊണ്ടാ നീ ഞങ്ങളെ വളരെയാക്കുകയും വീണ്ടും ജയിപ്പിക്കുകയും ചെയ്യുന്നു. ഉദാഹരണങ്ങളെ ശരീരങ്ങളെ മൗത്തമണിയിക്കുന്നു. ജീവന്റെ മരണത്തിന്റെ നാളും പിതാവിന്റെ ശുദ്ധാത്മാവായ സർവേശ്വരായിരിക്കും. ദൈവത്തിന്റെ മാനമേനോട് ഞാൻ യാത്ര പറയുന്നു. മാമോദീസ വഴിയെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂദാസങ്ങളുടെ ആത്മാവിൽ കൃപാരുചിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ ഞാൻ വന്നു പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയവാദകരുമായ പുരോഹിതരെ ദൈവവചനാൽ ആത്മാവിന് പോഷണം നൽകിയാൽ നിങ്ങളോട് ഞാൻ യാത്ര പറയും. ഞാൻ നിങ്ങൾ താഴ്ന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഇവിടെ ഇന്നത്തെ കർമ്മത്തിന് വീട്ടിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ബഹുപ്പെട്ട ബിനോയ് ആലപ്പട്ടച്ചനാണ്. അതുപോലെ തന്നെ സന്ദേശം നൽകിയത് നമ്മുടെ ബുദ്ധിച്ചനും കൂടാതെ മറ്റ് കർമ്മങ്ങൾക്ക് കൂടിയായിരിക്കുന്ന ബഹുപ്പെട്ട ബിനോയ് പുലികാട്ടച്ചനാണ്. രണ്ടുപേരും കൈതാരം കുടുംബത്തിലെ അംഗങ്ങൾ കൂടിയാണ്, അവരുടെ ബന്ധുക്കൾ കൂടിയാണ്. ഈ അവസരത്തിൽ കൈതാര കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ഞാൻ 3 പേരും പ്രത്യേകമായിട്ട് അറിയിക്കുകയും എന്റെ സഹോദരനെ സൃഷ്ടിക്കുകയും മരണവിധേയനാക്കുകയും മരണശേഷം ഓർപ്പിച്ച അക്ഷരാക്കുകയും ചെയ്ത വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുൽക്കൊടി പോലെ ജീവിതമിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. തുടമായി കേൾക്കാം പുനരുത്ഥാനം നവജീവിതവും അറിയിച്ചുയരും അറിവില്ലേതും. സ്ത്രീ പുരുഷന്മാരന്തരമിയലാതുസ്ഥാനത്തെ
മഹത്വത്തിൽ സ്വർഗം തന്നിൽ ദൂതർ കണക്കെ രാജിക്കുന്നു. മൃതനായി മിശിഹ മൂന്നാം ദിവസം ജീവൻ പാർത്തു കഴിപ്പൂ. വീട്ടജമാനൻ പ്രതിഫലമേകാൻ എത്തും ദിവസം വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പൂ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പൂ. നിസ്സഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ മണി നിൽക്കുന്നു. ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താലേ വിജയമണിഞ്ഞോരുന്നത കൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃതസുമങ്ങൾ ചാർത്തിയൊരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരേ മുറപ്പൂ എതിരേൽപ്പതിനാ. മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നാൽ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുക അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ധൈര്യത്താൽ അഭിഷിക്തവുമായ ഈ ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗ്രഹം കബറിടം നീ പവിത്രീകരിക്കണമേ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്ന അരുളി ചെയ്ത സകലത്തിനെ നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകളത്തിനോ ദൈവത്തിന്റെ ആസനത്തിൽ നിന്നെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക.
ബലിയമ്പലം അർപ്പിക്കാനുള്ള അവസരമാണ്. വീഡിയോ എടുക്കുന്നവർ ഇവിടെ നിൽക്കാതെ ഈ സൈഡിൽ നമ്മൾ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ
ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കുടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ. കരയല്ലേ കരയല്ലേ പോകുന്നു. പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ ഏറ്റവും അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ കർമ്മങ്ങൾ സമാപിച്ചു. നിങ്ങൾക്ക് ഭവനങ്ങളിലേക്ക് പോകാം. ഇനിയും അദ്ദേഹം അതിനുശേഷം നമസ്കാര ശുശ്രൂഷ മാത്രമേ ബാക്കി കാര്യങ്ങളെല്ലാം സമാപിച്ചിട്ടുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ചു.
വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ? ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ? മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. വിടർന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ? ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ? മരണം വെറുമൊരു യാത്രയല്ലേ, ദൈവഭവനത്തിലേക്കൊരു തീർത്ഥയാത്ര. പറയാതെ നീ യാത്രയായി, ഒരുപാടോർമ്മകൾ തന്നു നീ യാത്രയായി.